എന്ന് വെച്ചാ നമ്മുടെ എല്ലാവരുടെയും കണ്ണില് വിരലിട്ട് കറക്കിക്കൊണ്ടിരിക്കും ആ അഞ്ജലി. അവളിന്ന് കോടതിയിൽ പോയിന്ന്. സത്യമാണോ ചേച്ചി പറയുന്നേ? പിന്നല്ലാതെ. നിന്നെ ഈ സമയത്ത് വിളിച്ച് കള്ളം പറയേണ്ട കാര്യം എനിക്കെന്താ? അത് അപകടമാണല്ലോ. തീർന്നില്ല. അവളില്ലേ ആ പത്മ, ഒരിടവേളയ്ക്ക് ശേഷം അവള് വീണ്ടും രാജാജി കോളനിയിൽ ഫോളിനായിട്ടുണ്ട്. അതും അഞ്ജലിയുടെ സ്വന്തം വീട്ടിലേക്ക്. അഞ്ജലിയുടെ വീട്ടിലേക്കോ? അല്ല, അതെങ്ങനെയാ? എല്ലാം അവളുടെ കളിയാ, അഞ്ജലിയുടെ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവളും അവളുടെ അമ്മയും കൂടെ പ്ലാൻ ചെയ്തിട്ട് ആ പത്മയെ തിരികെ കൊണ്ടുവന്നെന്ന് തോന്നുന്നു. പത്മ വീണ്ടും കോടതിയിൽ ഹാജരായാലുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. കാർത്തിക്കിന്റെ കാര്യം പിന്നെ സ്വാഹയാ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? കാർത്തിക് കേസിൽ അഞ്ജലി ഹാജരായ അത് എനിക്കൂടെ ദോഷമായിട്ട് മാറുമല്ലോ. എന്താടി, എന്താ പ്രശ്നം? അതെ, അവള് രണ്ടും കൽപ്പിച്ചാ മുന്നോട്ട് പോകുന്നേ. അന്നത്തെ ആ സംഭവത്തോടെ പത്മയെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞെന്നാ ഞാൻ കരുതിയത്. ഇതിപ്പോ ഒന്നിനു പുറകെ ഒന്നായി മാരണങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഏതായാലും ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ച് ഇക്കാര്യം പറയാം. എന്തിന്? ഒരു കാര്യവുമില്ല. രാഘവനങ്ങളുടെ വാക്ക് വിശ്വസിച്ചിരിക്കുന്ന കുറുപ്പങ്കളിനോട് ഇപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. തൽക്കാലം ഈ അറിഞ്ഞ വിവരങ്ങൾ മനസ്സിൽ വച്ചാ മതി. പിന്നെ കാവ്യയുടെ താൽക്കാലിക ആശ്വാസത്തിന് വേണമെങ്കിൽ ഞാൻ ഇവിടെ നടന്ന മറ്റൊരു കാര്യം പറയാം, അല്പം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. അതെന്താ ചേച്ചി? അഡ്വക്കേറ്റ് അഞ്ജലി എന്ന നീ പത്മ കേസ് തോറ്റാൽ ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല അർജുന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോണം എന്നേക്കുമായിട്ട്. മനസ്സിലായല്ലോ? എന്നെ കൊണ്ട് ചെയ്യാവുന്ന അതിന്റെ മാക്സിമം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അഞ്ജലി ഈ കേസിൽ ഒരിക്കലും ജയിക്കാതിരിക്കാന്നതാ. ഏതായാലും ചേച്ചി അങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്തായാലും നന്നായി. അഞ്ജലി ഈ കേസിൽ ജയിക്കാതിരിക്കാൻ വേണ്ടി അച്ഛനും ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ ശരിയെന്നാ, എല്ലാം പറഞ്ഞതുപോലെ. പിന്നെ തൽക്കാലം ഞാൻ ഈ പറഞ്ഞതൊന്നും കാവ്യ ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോട്ടെ. ശരി ചേച്ചി, ഓക്കെ. ആരോടും പറയരുത് പോലും. എന്റെ ഊഹം ശരിയാണെങ്കിൽ കാവ്യ ഇപ്പൊ തന്നെ ഈ വിവരം കാർത്തിക്കിനോട് പറയും. കാർത്തിക് അറിഞ്ഞാ പിന്നെ ബാക്കി കാര്യം അവ നോക്കിക്കോളും. ഈ അനുപമ ആരാ മോള്? രണ്ട് കാര്യങ്ങളുണ്ട് അനുചേച്ചിയെ വിളിച്ചത്. ഒന്ന്, അഞ്ജലി വീണ്ടും കോടതി പോവാൻ തുടങ്ങി. രണ്ട്, പത്മ രാജാജി നഗറിൽ തിരിച്ചെത്തി. സത്യമാണോ നീ പറയുന്നേ? അതെ, പത്മ വീണ്ടും കോളനിയിൽ എത്തിയിട്ടുണ്ട്. അഞ്ജലി കോടതിയിലും. അനുചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ അഞ്ജലി രണ്ടും കൽപ്പിച്ച് തന്നെയാ. പത്മ കേസിൽ നമ്മൾ ഉടൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിനക്ക് കുരുക്ക് മുറുകുമെന്ന് ഉറപ്പാ. എന്ത് വേണം നീ പറ. കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അമ്മേ, ഇതേ ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല അമ്മ, ഇത് ആരെയാ നോക്കുന്നേ? വേറെ ആരെയാ? ശിവരാമേട്ടനെ തന്നെ. ഞാൻ 1-2 തവണ വിളിച്ചിട്ടും ശിവരാമേട്ടൻ ഫോൺ എടുത്തില്ല. അതാ ഒരു പേടി. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും. അതായിരിക്കും ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ. പോണെങ്കി പോട്ടെ, അതാര് തടയാനാ? എന്നാലും ഒന്ന് വിളിച്ചു പറയാലോ. സുഖയില്ലാത്ത മനുഷ്യനല്ലേ, അതാ ഓർക്കുമ്പോ ഒരു വെപ്രാളം. ഈ പെണ്ണെന്ത് ഇവരുടെ കൂടെ? ഇവക്ക് ഒറ്റയ്ക്ക് സിറ്റ് ഔട്ടിലൊന്നും ഇരുന്നൂടെ? ഇന്ന് വൈകുന്നേരം ശിവരാമേട്ടൻ വന്നോടനെ തൃപ്പാദപുരം അമ്പലത്തിലൊന്ന് പോണോന്ന് കരുതിയതാ. അതേതായാലും മുടങ്ങി. അല്ല, ഈ തൃപ്പാദപുരം അമ്പലം ഇവിടുന്ന് കൊറേ ദൂരല്ലേ അമ്മേ? കുറച്ചു ദൂരമുണ്ട്. പക്ഷേ വിളിച്ച വിളി കേൾക്കുന്ന വൈകുണ്ഠപുരവാസി മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ.
ഉടനെ അവിടെ പുനഃപ്രതിഷ്ഠ ചെയ്യാൻ പോകുന്നാ കേട്ടത്. അതാ ഒന്ന് പോയി തൊഴാന്ന് കരുതിയത്. പണ്ട് ശിവരാമേട്ടൻ കോടതി പോയിരുന്ന കാലത്തെ മാസത്തിലൊരു വ്യാഴാഴ്ച ഞങ്ങൾ രണ്ടുപേരും അവിടെ മുടങ്ങാതെ പോവുമായിരുന്നു. അഞ്ജലി അനുപമി വയറ്റിലുണ്ടായിരുന്ന കാലത്ത് മാത്രമേ അത് മുടങ്ങിയിട്ടുള്ളൂ. ഇവര് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ അകത്തോട്ട് കയറി പോയിരുന്നെങ്കിൽ അവിടെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടുമായിരുന്നു. അഞ്ജലീസ് ഡാഡ്. ശ്യാമളെ, എത്തിയോ? ദാ, ഇതങ്ങ് അകത്ത് വെച്ചേക്ക്. കുറച്ച് പലവ്യഞ്ജനങ്ങളാ. അയ്യടാ, ഇത് പതിവില്ലാത്താണല്ലോ. അല്ല, ശിവരാമേട്ടൻ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എന്റെ പൊന്ന് ശ്യാമളെ, ഞാനൊരു ജോലി സംഘടിപ്പിക്കാൻ വേണ്ടി ആ സഹദേവനെ കാണാൻ പോയതാ. അതിന്റെ ഇടയിൽ ഫോൺ എടുക്കാനൊന്നും തോന്നിയില്ല. എന്നിട്ടെന്താ, ജോലി കിട്ടി. കിട്ടിയോ? എന്ത് ജോലിയാ? അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയും. ആദ്യം എനിക്കൊന്ന് കുളിക്കണം. ശരി, ആയിക്കോട്ടെ. ദേ ഇവളെ കണ്ടില്ലേ? ആഹാ, രാവിലെ ഇവളിവിടെ വന്ന് കേറിയപ്പോഴേ ഇന്നലെ ഉണ്ടാക്കിയ പുകലൊന്നും കാണണമായിരുന്നു. എന്റെ അമ്മോ, അതൊന്ന് അറിയിക്കാനാ ഞാൻ. ഇതൊക്കെ എന്നുള്ളതല്ലേ. നീ കുറച്ച് വെള്ളം തിളപ്പിക്കേ. പറഞ്ഞില്ലേ, മേലാകെ നല്ല വേദന. ആദ്യം ഒന്ന് കുളിക്കണം, എന്നിട്ടാവാം. ശരി, നിങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറിട്ടെ എണ്ണ എടുത്തതേക്ക്. അപ്പോഴേക്കും ഞാൻ വെള്ളം ചൂടാക്കാം. ആയിക്കോട്ടെ. എടി പെണ്ണേ, നീ വാതിലടിച്ച് അകത്തേക്ക് കയറിയേക്ക് കേട്ടോ. പപ്പി അവിടെയല്ല, ഇവിടെ ഇവിടെ. ഇങ്ങോട്ട് വാ, ഞാൻ തന്നെ വാ. ഈ അമ്പാടിച്ചേട്ടൻ എന്താ ഇവിടെ ഈ സമയത്ത്? ഇതുവരെ തിരിച്ചു പോയില്ലായിരുന്നോ? അല്ല, എന്റെ പെണ്ണിവിടെ ഈ വീട്ടിൽ കഴിയുമ്പോ ഞാൻ എങ്ങോട്ട് പോവാനാ? അയ്യോ, അഞ്ജലി ചേച്ചിയുടെ അച്ഛൻ ഇപ്പൊ വന്ന് കേറിയിട്ടേ ഉള്ളൂ. അച്ഛനെങ്ങാനും ചേട്ടനെ കണ്ട നല്ല പ്രശ്നവും. അമ്പാടി ചേട്ടൻ ഒന്ന് പോയേ, പോ പ്ലീസ്. ഞാൻ പോവാൻ തന്നെയാണ് വന്നത്. പക്ഷേ അതിനു മുമ്പ് പപ്പിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? പെട്ടെന്ന് പറ, എനിക്ക് വാതിലടയ്ക്കണമെന്ന്. പപ്പി ഇവിടെ കൊണ്ടുവന്നാക്കിയ കാര്യം ഞാൻ അർജുനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അവൻ ഈ കാര്യം ഇതിനോടാന്ന് തന്നെ അഞ്ജലിയെ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാ. അഞ്ജലി എങ്ങാനും എന്നെ വിളിക്കാൻ പറ്റോ ചെയ്തായിരുന്നോ? ഇല്ലല്ലോ, ഞാനും ഇടയ്ക്കത് ആലോചിച്ചു. പക്ഷെ ചേച്ചി വിളിച്ചിട്ടില്ല. പാവം, ആ വീട്ടില് ആളാകെ വീർപ്പ് മുട്ടിയായിരിക്കും കഴിയുന്നത്. അതിന്റെ ഇടയിൽ ഈ കേസും കാര്യങ്ങളും ആലോചിക്കാൻ സമയം കിട്ടി കാണൂല. എന്തു പറയാനാ, ഇതിപ്പോ ഇങ്ങനെ ആകുമെന്ന് ആരും കരുതിയില്ലല്ലോ. അത് ശരിയാ. അഞ്ജലിയുടെ ടെൻഷൻ അഞ്ജലിക്ക് മാത്രമേ അറിയാവൂ. വാദിയുടെ വക്കീലും പ്രതിയുടെ വക്കീലും ഒരേ കൂരയ്ക്ക് കീഴിൽ ഇതിനു മുമ്പ് കേട്ടിട്ട് പോലും ഇല്ലാത്തതാ. ഓ ശരി, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോളും. അമ്പാടി ചേട്ടൻ ഒന്ന് പോയി വെറുതെ സമയം കളയല്ലേ. അല്ലടി, ഇവിടെ നിന്നെ ഇങ്ങനെ തനിച്ചാക്കിയിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. അതാണ് പ്രശ്നം. ഞാൻ പപ്പിയോട് ഒരു കാര്യം പറയട്ടെ? എന്താ? ഞാൻ പപ്പിയെ ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിൽ താമസിപ്പിക്കട്ടെ? ഷോ വേണ്ട, എനിക്കൊരു പ്രശ്നമില്ല ഇവിടെ. ചേട്ടൻ എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. എന്റെ കാര്യത്തിൽ അഞ്ജലി ചേച്ചി ഒരു വാക്ക് തന്നിട്ടുണ്ട്. അതെന്തായാലും നടക്കും, എനിക്കത് തീർച്ചയാണ്. സത്യം പറഞ്ഞ എനിക്കിപ്പോ ടെൻഷൻ അമ്പാടി ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. എത്രയെന്ന് വെച്ചിട്ടാ എനിക്ക് വേണ്ടി ചേട്ടൻ ഇങ്ങനെ കോളനിയിൽ വന്ന്. അത് നീ പറയരുത്. ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ ഓടിക്കൊണ്ട് നടന്നവനായി ഞാൻ. എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് തോന്നിയത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിയത് നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം. അതുകൊണ്ട് നിന്നിൽ കൂടിയ ഒന്നും ഈ അമ്പാടിക്ക് നോക്കാനില്ല. നിന്നിൽ കൂടിയ ഒന്നും എനിക്ക് നഷ്ടപ്പെടാനുമില്ല. അതാണ് സത്യം. ഞാൻ പോവാ. നീ സേഫായിട്ട് കയറി വാതിലടച്ചോ, ഒക്കെ ശരിയാവും. എന്നാ ശരി, പോയി കിടന്നോ.
നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷാഫിയോട് സംസാരിക്കാവുന്നല്ലേ ഉള്ളൂ. വെറുതെ എന്തിനാ എന്നെ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ. താനെന്തോടെ എഴുന്നേറ്റത്? ഭക്ഷണം കഴിക്കാൻ നേരത്ത് ദൈവം തമ്പുരാൻ വന്നാൽ പോലും എഴുന്നേക്കാൻ പാടില്ലെന്നാ പറയാറ്. അല്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാ. ആ, എന്നാ പിന്നെ അടുത്ത കഴിക്കാൻ വരുന്നാക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നെടുത്ത് വിളമ്പി തന്നൂടെ? ഒരു ഫാമിലിയിലെ അതും കുഴപ്പമുണ്ടോ? അനുപമ ഇതുവരെ കഴിക്കാൻ എത്തിയില്ലേ കുഞ്ഞമ്മേ? ഓ, അതൊരു സമയാവും മോളെ. അഞ്ജലി, ഒരു ഗ്ലാസ് വെള്ളം കൂടെ, ഈ ജാർ കാലിയ. അഭി കഴിക്കാനെത്തിയോ? കൂടെ ഇരുന്നാളെ. അല്ല, കറി ഇത് മതിയോ? വേണമെങ്കിൽ കുറച്ചുകൂടെ എടുക്കാം. എടി അഞ്ജലി, നിന്നോട് ആരാടി പറഞ്ഞേ എന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ? ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന ആൾക്ക് ഒരു ഗ്ലാസ് വെള്ളം നൽകിന്ന് വെച്ച് എന്താ ഇവിടെ പ്രശ്നം? അതാ ഈ വീട്ടില് അതും ഒരു തെറ്റാണോ? ആണ്. ഇവള് ചെയ്താൽ അത് തെറ്റ് തന്നെയാ. ഈ വീട്ടിനല്ല, എനിക്ക്. നിനക്ക് എന്താ അനുഭവമേ? തലയ്ക്ക് സുഖമല്ലേ? നീ എന്തിനാ ഇത്ര സില്ലി കാര്യങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോ മുതല് നീ ഈ ചൊറിച്ചിൽ കാണിക്കുന്നതാ. ഒരുതരം നാഗിങ് ആൻഡ് ഇറിറ്റേറ്റഡ് ആറ്റിറ്റ്യൂഡ്. അത് ശരിയാ. എന്താ അനുപമ നിനക്ക് ഈ സ്വഭാവം? അഞ്ജലി അബിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തോണ്ട് മാത്രം ഇവിടെ എന്താ വല്ല മാനമല്ല ഇടിഞ്ഞു വീഴോ? ഇടിഞ്ഞു വീഴും. ആ മാനമല്ല, എന്റെ ആത്മാഭിമാനം. ഒരേ അമ്മ വയറ്റില് പിറന്നെങ്കിലും ഇവൾ ഈ ജീവിതം മുഴുവൻ എന്റെ ശത്രുവാ. ഓജന്മ ശത്രു. ഞാൻ ഇവിടെ എന്റെ ഭർത്താവുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോ ഇവൾക്ക് അസൂയ. അതുകൊണ്ട് എന്റെ സന്തോഷ ജീവിതം തകർത്ത് എന്നെ വിധവയാക്കാൻ ഇവൾ എന്റെ ഭർത്താവിന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്താലോ? ചേച്ചി, നോ. എനിക്ക് നിന്റെ ചേച്ചിപ്പട്ടോ വേണ്ട, നീ എനിക്ക് എന്റെ അനുജത്തി ആവണ്ട. നമ്മുടെ ചോരയ്ക്ക് വെള്ളത്തെക്കാൾ കട്ടി കുറവാണെന്ന് കരുതിയാ മതി. ദേ രമ്യ കുഞ്ഞമ്മ തന്നെ എല്ലാരോടും പറഞ്ഞേക്ക്. ഈ വീട്ടിൽ ഇവളല്ലാതെ വേറെ എത്രയോ സ്ത്രീകളുണ്ട്. അവരാരും അഭിക്ക് വെള്ളവും ഭക്ഷണവും ഒന്നും കൊടുക്കുന്നതില് എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷെ ഇവള്, ഈ അഞ്ജലി മാത്രം അത് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ. നിർത്തണേ നിന്റെ സംസാരം. നീ താമസിക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇനി ഒന്നും കഴിക്കാനേ നിൽക്കുന്നില്ലെങ്കിലോ? എനിക്ക് എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ആപത്ത് ശങ്കയൊന്നും നിന്റെ പക്ഷത്തു നിന്ന് ഇങ്ങോട്ടുണ്ടാവണമെന്നില്ല. മാത്രമല്ല, ഈ വീട്ടിൽ ആരെങ്കിലും എന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തുമെങ്കിൽ അത് നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന എന്റെ വിശ്വാസം. അതെന്റെ സ്വത്ത് കിട്ടാൻ വേണ്ടി മാത്രം. നിനക്ക് ഭ്രാന്ത, മുഴുഭ്രാന്ത്. വൈകാതെ ചികിത്സിച്ചില്ലെങ്കിലേ പിന്നെ നിന്നെ ചങ്ങലക്കിടേണ്ടി വരുന്ന ഉറപ്പാ.
വാ വാ അതോട്ടിരിക്കാം വാ. ഇരിക്കേ ഇരിക്കേ. സേതു, ക്ഷേത്ര കമ്മിറ്റി എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ നടത്തണമെന്ന് ദേവസ്വത്തിൽ നിയമം എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് തോന്നി ഇന്നത് ഹോട്ടലിൽ വെച്ച് നടത്തണമെന്ന്. നടത്തി. അതിൽ ആർക്കും ഒരാക്ഷേപം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അത്ര തന്നെ. അതെ അതെ, ഏതായാലും നമുക്ക് ഈ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് ഗംഭീരമാക്കണം. നാട്ടിലെ പ്രമാണിമാരുടെ സഹായം മാത്രം പോരാ. ലക്ഷങ്ങളല്ലേ ചിലവാകുന്നത്, പിന്നെ നമുക്കും വേണ്ടേ ചില ഉപകാരങ്ങൾ. അതെ, അതിനായിട്ട് നമുക്ക് ഈ പിരിവൊക്കെ മിഡിൽ ഈസ്റ്റിലോട്ട് കൂടി ഒന്ന് വ്യാപിപ്പിക്കണം. തൃപ്പാദപുരത്തപ്പന് ലക്ഷങ്ങൾ സമർപ്പിക്കാൻ തയ്യാറായ നിരവധി പ്രവാസി വിശ്വാസി സുഹൃത്തുക്കളാണ് അവിടെയുള്ളത്. പക്ഷെ കുറുപ്പ് സാർ കൂടെ നിന്നാലേ നമുക്ക് ഈ വിദേശത്തെ പിരിവും മറ്റും ഒന്ന് ഉഷാറാക്കാൻ പറ്റൂ. സാറ് ഉപേക്ഷ വിചാരിക്കരുത്. അത് ഞാൻ ഏറ്റവും പറഞ്ഞില്ലേടോ മേനോനെ. നിങ്ങളെ വിശദമായിട്ടൊരു പ്രോഗ്രാം ചാർട്ട് റെഡിയാക്കും. പറ്റുമെങ്കിൽ അടുത്ത പാർലമെന്റ് സെക്ഷന് മുമ്പ് തന്നെ നമുക്കൊന്ന് പറക്കാം. എല്ലാം തൃപ്പാദപുരത്ത് അപ്പന് വേണ്ടിയിട്ടല്ലേ? ഞങ്ങൾക്ക് അത് കേട്ടാ മതി. സന്തോഷം. അതെ അതെ. എന്നാലേ നിങ്ങൾ ആ ഡൈനിങ് ടേബിളിലോട്ടിരിക്കേ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പിരിയാം. അയ്യോ, കഴിക്കാനൊന്നും നിൽക്കുന്നില്ല സാറേ. ആ ഫ്രാൻസിസ് സേവിയറിന്റെ ബാറിൽ 12 മണിക്ക് മുന്നേ എത്തണം. 10 ലക്ഷമാ അച്ചായൻ ഏറ്റിരിക്കുന്നത്. ഓ, എന്നാ പിന്നെ നിങ്ങൾ സമയം കളയാതെ ചെല്ല്. തൃപ്പാദപുരത്തെ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ജാതി മത വ്യത്യാസവും ഇല്ലാതെ നാടടച്ച് പിരിവങ്ങ് കൊഴിപ്പിക്കണം. അറിയാവല്ലോ അതിന്റെ ഒരു ചിട്ടവട്ടങ്ങള്. പിന്നെ അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ആയിക്കോട്ടെ, ഞങ്ങൾ അങ്ങോട്ട്. പറ്റേച്ചി. സേതു, നീ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്ക്. എനിക്ക് അത്യാവശ്യമായിട്ട് ഡൽഹി വരെ ഒന്ന് പോകണം. പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗമുണ്ട്. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാ. അവിടെ ചെന്നൊന്ന് അലമ്പുണ്ടാക്കിയാലേ നമ്മുടെ ഗവർണർ പദവിക്ക് ഒരു അനക്കം കിട്ടത്തുള്ളൂ. അല്ല, ഇവിടെ കാവ്യമോളുടെ കാര്യത്തിലൊരു തീരുമാനമാവാതെ നിൽക്കുമ്പോ കുറുപ്പേട്ടൻ അങ്ങോട്ട് പോയാ? അതിലിപ്പോ ഇത്ര കണ്ട് ടെൻഷൻ അടിക്കാൻ എന്തിരിക്കുന്നു സേതു? കാവ്യയുടെ കാര്യത്തില് രാഘവനുണ്ണി തന്ന വാക്ക് നീ എന്താ മറന്നുപോയോ? ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ മുറ പോലെ തന്നെ അങ്ങ് നടന്നോളും. രാഘവനുണ്ണി ഇല്ലേ നമ്മുടെ കൂടെ? അയാളുള്ളതാണ് പ്രശ്നം. നടക്കേണ്ട കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുമെന്നും പറഞ്ഞ് അച്ഛനിങ്ങനെ കമ്മിറ്റിക്ക് പറഞ്ഞു നടന്നോ? അവിടെ അഡ്വക്കേറ്റ് അഞ്ജലി ശംഖുചക്രത്തിൽ വന്നു കയറി പണിയും തുടങ്ങി. അറിഞ്ഞോ അച്ഛൻ? അത് തന്നെയാടാ മോനെ അതിനുള്ള ഉത്തരവ്. അവള് ശംഖുചക്രത്തില് വന്ന് അവിടുത്തെ അടുക്കളപ്പണി തുടങ്ങി. അവളുടെ ശിഷ്ടകാലം ഇനി കോടതിയിലല്ല, അടുക്കളപ്പുറത്ത് തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്റെ അച്ഛാ, അച്ഛനൊരു മണ്ടനായി പോയല്ലോ അച്ഛാ. അഡ്വക്കേറ്റ് അഞ്ജലി ശംഖുചക്രത്തിൽ വന്ന് സാമ്പാറും പുളിശ്ശേരിയും ഒന്നും ഉണ്ടാക്കുന്ന കാര്യമല്ല കാർത്തിക് പറഞ്ഞത്. പിന്നെ നിങ്ങളൊക്കെ വീട്ടുവേലക്കാരിയാക്കാൻ നോക്കുന്ന അഡ്വക്കേറ്റ് അഞ്ജലി ഇന്ന് കോടതി ചെന്നിരുന്നോന്ന്. കോടതിയിലോ? എന്നാര് പറഞ്ഞു നിങ്ങളോട്? ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നടന്നു കഴിഞ്ഞു. അവള് കേസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയോ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്നാ നമുക്ക് കിട്ടിയ വിവരം. തീർന്നില്ല. മറ്റേ അവളുണ്ടല്ലോ പത്മ, അവള് പിന്നെ ആ കോളനിയിൽ എത്തിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാവാൻ. പത്മ തിരിച്ചു വന്നു? തിരിച്ചു വന്നു. അതും ആ അഞ്ജലിയുടെ പണിയാ. അവള് ശംഖുചക്രത്തിന്റെ അകത്തായാലും പുറത്തായാലും കണക്കാ. ചെയ്യേണ്ട പണിയല്ല അവള് നല്ല വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കേസിൽ. അതെ, അവള് കാർത്തിക്കിനെ പൂട്ടാൻ പ്രതിജ്ഞ ചെയ്തത് നടത്തും. അപ്പോഴും അച്ഛൻ ഇങ്ങനെ രാഘവനങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നോണം.
എടാ പിള്ളേരെ, നിങ്ങൾ ഇങ്ങനെ ഇടം വല നിന്ന് എന്നെ ശ്വാസം മുട്ടിക്കാതെ ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതിൽ ഇനി ആലോചിക്കാനും പറയാനൊന്നുമില്ല. ആ രാഘവനുണ്ണി ഒരു ഊതി വീർപ്പിച്ച ബലൂണാ. ആ ബലൂൺ പൊട്ടാൻ അധിക നാള് വേണ്ടിവരില്ലെന്നർത്ഥം. അപ്പോ അടുത്ത സിറ്റിംഗ് കഴിയുന്നത് വരെ കാത്തിരിക്കാമെന്ന് വെച്ചാലും അവള് സമ്മതിക്കില്ല അല്ലേ? അച്ഛനിങ്ങനെ സിറ്റിങ്ങും സംക്രാന്തി നോക്കി ഇരുന്നാ മതി. ഈ കാര്യത്തില് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് ചെയ്യാൻ? ഈ കേസിൽ നിന്ന് എനിക്കൊന്ന് തടിയൂരേണ്ടത് എന്റെ മാത്രം ആവശ്യമായി പോയില്ലേ? ഞാൻ നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ദേ, അവൻ പോയി വല്ല അപകടം ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോയി രാഘവേട്ടനെ ഒന്ന് കണ്ടേ. അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നുള്ളത് ഉറപ്പാ. അമ്മയുടെ തീരുമാനം എന്തു തന്നെയായാലും അത് തന്റെ മനസ്സിനെ തളർത്തരുത്, തന്റെ പാട്ടിനെ ബാധിക്കരുത്. എന്റെ തൊഴിലിന്റെ ഭാഗമായി ഞാൻ ആവശ്യപ്പെട്ടാൽ എന്നെ വന്ന് കാണാനും സംസാരിക്കാനും, വേണ്ടി വന്നാൽ 2 ദിവസം ഈ ശംഖുചക്രത്തിൽ താമസിക്കാനും ജാസ്മിൻ ഇവിടെ വന്നെന്നിരിക്കും. ജാസ്മിൻ മാത്രമല്ല, എന്റെ ക്ലയന്റ് പത്മ പോലും നാളെ ചിലപ്പോ എന്നെ കാണാൻ ഈ വീട്ടിലോട്ട് വരും.